പേരാവൂർ MLA-യും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫിനെ ഇറക്കി വിട്ടിരിക്കുന്നു. ഭരണം പോകുമെന്നൊരു വിഭ്രാന്തിയിൽ CPM-ന്റെ സമനില തെറ്റിയതുപോലെയാണ് പെരുമാറ്റം. അല്ലാതെ ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ നിന്നും ഒരു MLA-യെ ഇറക്കിവിടാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാകുമെന്നതാണ് എല്ലാവർക്കും ഇപ്പോൾ സംശയമായിരിക്കുന്നത്. CPM-കാരുടെ തറവാട്ടിൽ നിന്നൊന്നും എടുത്തുകൊണ്ടുവന്നൊരു ഫണ്ടിലല്ല ഈ റോഡ് നിർമ്മാണം. സർക്കാരിൻ്റെ ഫണ്ട് തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ സർക്കാർ നൽകിയ റോഡായതുകൊണ്ട് സ്ഥലം MLA ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് CPM-ന്റെ തിട്ടൂരം. അതായത് KPCC പ്രസിഡന്റും പേരാവൂർ MLA-യുമായ സണ്ണി ജോസഫിനെ മണ്ഡലത്തിനകത്തൊരു പരിപാടിക്കിടെയാണ് CPM പ്രവർത്തകർ ഇറക്കിവിട്ടിരിക്കുന്നത്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ ചാവശ്ശേരി റോഡ് നവീകരണ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു MLA. എന്നാൽ CPM ഭരിക്കുന്ന സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡ് ആയതിനാൽ പ്രോട്ടോകോൾ അനുസരിച്ച് MLA ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അത് CPM ഭരിച്ചാലും UDF ഭരിച്ചാലും ഒരു MLA-ക്ക് ചില പ്രോട്ടോകോളിൽ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ളതുണ്ട്. എന്നാൽ ജനാധിപത്യത്തിൽ പോലും വിശ്വാസമില്ലാത്ത സഖാക്കൾക്ക് എന്ത് പ്രോട്ടോകോൾ? CPM-കാർ ഗുണ്ടായിസം കാണിക്കുകയായിരുന്നു MLA-ക്ക് മുന്നിൽ. എട്ടുകാലി മമ്മുഞ്ഞ് ആകാൻ നിൽക്കണ്ട എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് MLA-ക്ക് മുന്നിൽ CPM പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. പ്രസംഗം തടസ്സപ്പെടുത്തുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു അവിടെ. തുടർന്ന് MLA വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. തൊട്ടടുത്തു തന്നെ UDF ഇതിനെല്ലാം വേണ്ടി ഒരു വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. ആ UDF പ്രവർത്തകർ ഒരുക്കിയ വേദിയിൽ MLA കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കാര്യങ്ങൾ നാട്ടുകാർക്ക് പിടികിട്ടിയിട്ടുണ്ട്. ജനാധിപത്യം പുറമേ പറഞ്ഞ് നടക്കുന്ന വിഡ്ഢികൾ അറിഞ്ഞിരുന്നില്ല സർക്കാരിൻ്റെ ഫണ്ടിൽ കൊണ്ട് ചെലവാക്കുന്ന തുക അത് CPM-ന്റെ വീട്ടിൽ നിന്നുള്ളതല്ല എന്നുള്ളത്. അവർ ഇതിലും പ്രതിഷേധിച്ചു. അതിനൊരു കഥയും ഉണ്ടാക്കി. അതായത് സർക്കാർ നടത്തിയ ഒരു ദൂർത്ത് യാത്രയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. നവകേരള സദസ്സ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതിലാരോ ഒരു പരാതി കൊടുത്തുവെന്നും അതിൻ്റെ ഭാഗമായി ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പേരാവൂർ മണ്ഡലത്തിൽ 2 റോഡുകളുടെ നവീകരണത്തിന് തുക അനുവദിച്ചത് എന്നുമാണ് സഖാക്കൾ പറയുന്നത്. അങ്ങനെ ലഭിച്ച ഫണ്ട് AKG സെന്ററിൽ നിന്നും കിട്ടിയതാണ് എന്ന് ധരിച്ചിട്ടാകാം പാവം അന്തം സഖാക്കൾ ഇതിൽ പ്രതിഷേധവുമായി എത്തുന്നത്. നവകേരള സദസ്സ് തന്നെ ബഹിഷ്കരിച്ച MLA അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുന്നു എന്നായിരുന്നു CPM-ന്റെ പ്രതിഷേധം. MLA-മാർക്ക് നേരെ ആക്രമണത്തിനൊരുങ്ങിയ CPM-കാർ അവസാനം നഗരസഭാ ചെയർപേഴ്സണെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. അത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് നിർമ്മിച്ച റോഡുകൾ ജനപ്രതിനിധികളാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നിരിക്കെ സണ്ണി ജോസഫ് MLA-യോട് കളിച്ച കളി അത് KPCC പ്രസിഡന്റ് എന്നുള്ളൊരു പദവിയോടുള്ള കലിപ്പ് കൊണ്ടാണ്. മാത്രമല്ല അവസാന നിമിഷത്തിൽ കാണിക്കുന്ന ഒരു തരം വെപ്രാളം കൂടിയാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. പരാജയ ഭീതിയിലാണ് അത് കാണുന്നുള്ളത് എന്നുകൊണ്ട് ആശ്വസിക്കാം. അഭിവാദ്യങ്ങൾ 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 ചാവശ്ശേരി റോഡിന്റെ നവകേരള സദസ്സിൽ വെച്ച് ഒന്നേകാൽ കോടി രൂപ ഫണ്ടായി പാസാക്കിയ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. സണ്ണി വക്കീൽ ഗോവേ അഭിവാദ്യങ്ങൾ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ. പിണറായി സർക്കാർ 7 കോടി അനുവദിച്ചൊരു സർക്കാർ അഭിവാദ്യങ്ങൾ
അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങൾ